അഞ്ചാം ക്ലാസ് പുതിയ എസ് സി ആർ ടിയുടെ സയൻസിൻ്റെ രണ്ടാം പാർട്ടാണ്. ഓക്കെ, അഞ്ചാമത്തെ ചാപ്റ്റർ കയ്യെത്തും ദൂരത്ത് ആകാശം. ഓക്കെ, പഴയ എസ് സി ആർ ടിയിലെ കണ്ടൻസിൽ കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ, ഇതിലാദ്യം തന്നെ ആൻഡ്രോമീഡ നക്ഷത്രക്കൂട്ടത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു രാജകുമാരിയുടെ പേരാണ് അതിന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കഥ ഇവിടെ പറയുന്നുണ്ട്. എത്യോപ്യയിലെ സെഫ്യൂസ് രാജാവിൻ്റെയും കാസിയോപ്യ രാജ്ഞിയുടെ മകളായിരുന്നു ആൻഡ്രോമീഡ. അതിസുന്ദരിയായ ആൻഡ്രോമീഡ ദേവതകളെക്കാളും സുന്ദരിയാണെന്ന് കാസിയോപ്യ അഹങ്കരിച്ചിരുന്നു. കാസിയോപ്യയുടെ അഹങ്കാരം തീർക്കാൻ പോസിഡോൺ ദേവൻ എത്യോപ്യയെ ആക്രമിക്കാൻ സീറ്റസ് എന്ന് പറയുന്ന രാക്ഷസനെ അയക്കും. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സെഫ്യൂസ് രാജാവ് മകളായ ആൻഡ്രോമീഡയെ ബലി നൽകാനായിട്ട് കടൽ തീരത്ത് പാറയിൽ കെട്ടിയിടും. പിന്നീട് പെർസ്യൂസ് എന്ന വീരൻ സീറ്റസിനെ വധിക്കുകയും ആൻഡ്രോമീഡയെ രക്ഷിച്ച് വിവാഹം കഴിക്കുകയും ചെയ്യും. ചെറിയ സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ആൻഡ്രോമീഡയുടെ കഥയോട് സമാനമായ കഥകൾ ഇന്ത്യയിലും ചൈനീസ്, അറബ് സംസ്കാരങ്ങളിലും പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ കഥകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിച്ച ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് ജ്യോതിശാസ്ത്രജ്ഞർ. ഓക്കെ, ജ്യോതിശാസ്ത്രജ്ഞർ ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടനും ഒക്കെ ഇവരിൽ ചിലരാണ്. ഇന്ത്യയിൽ ആര്യഭടൻ, ഭാസ്കരാചാര്യർ ഇവരൊക്കെ ജ്യോതിശാസ്ത്രജ്ഞരായിരുന്നു. ഓക്കെ, ആകാശകാഴ്ച നിങ്ങൾക്കും വിസ്മയമായി തോന്നിയിട്ടില്ലേ? ഓക്കെ, ഇവിടെ ചില കാര്യങ്ങൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായു രഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ബഹിരാകാശ വായുവിൽ നമുക്കറിയാലോ. ഇതിന് ഇവിടെ കുറച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് നമുക്കറിയാം. 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കെൽപ്പുള്ള അത്ര വലിപ്പമുണ്ട്. ഓക്കെ, ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഇതൊക്കെ ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് ആദിത്യയുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. 15 കോടി കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഉണ്ട്. 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ കഴിവുണ്ട്. ഓക്കെ, ഇവിടെ ആൽഫ സെൻറ്റുറി എ പറയുന്നുണ്ട് 16 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാൻ സാധിക്കും. 40 ലക്ഷം കോടി കിലോമീറ്റർ അകലെയാണ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളുന്ന വലിപ്പം. ഇനി ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 15 കോടി കിലോമീറ്റർ, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് 3.84 ലക്ഷം കിലോമീറ്റർ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി വേട്ടക്കാരൻ നക്ഷത്രക്കൂട്ടം അല്ലെങ്കിൽ ഒറിയോൺ എന്ന് പറയും. ഇതിൻ്റെ ടൈം എപ്പോഴാണ്? ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിലായിരിക്കും കിട്ടുക. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഒറിയോണിൻ്റെ പേരാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരൻ വരുന്നത് ഡിസംബർ മാസത്തിൽ സന്ധ്യയ്ക്ക് കിഴക്കൻ ചക്രവാളത്തിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് വേട്ടക്കാരൻ. ഓക്കെ, സപ്തർഷി അതായത് 7 ഋഷികൾ. ദൂരദർശിനിയുടെ സഹായമില്ലാതെ തന്നെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രക്കൂട്ടമാണ് ഈ പറഞ്ഞ സപ്തർഷി. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാനാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന് പറയുന്നത്. ഇത് വരയ്ക്കുമ്പോൾ കണ്ട ഒരു തവി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, സ്പൂണ് പോലെയൊക്കെ തവി പോലെ വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യക്കാരെ ഇതിന് ബിഗ് ഡിപ്പർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഒക്കെ സെയിം തന്നെ. സപ്തർഷി, വലിയ തവി, ബിഗ് ഡിപ്പർ ഒക്കെ സെയിമാണ്. ആർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ആർസ മേജർ എന്ന് പറയുന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമാണ് ഈ ബിഗ് ഡിപ്പർ. ഓക്കെ, അപ്പോൾ സപ്തർഷി പറഞ്ഞു, വേട്ടക്കാരൻ പറഞ്ഞു. ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇതൊക്കെ ചോദിക്കാറുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ലിനക്സ് കമ്പ്യൂട്ടറിനകത്ത് K-സ്റ്റാർ, അതുപോലെ സ്റ്റെല്ലേറിയം, ഇത് രണ്ടും ആകാശ നിരീക്ഷണത്തിന് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ്. K-സ്റ്റാർ, സ്റ്റെല്ലേറിയം. ഓക്കെ, ഇനി ബഹിരാകാശ നിലയം എന്താണ്? അതായത് ISS കുറിച്ചാണ് പറയുന്നത്. ഭൂമിയിൽ നിന്നാണല്ലോ നാം ബഹിരാകാശത്തുള്ള നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്നത്. ഇനി ബഹിരാകാശത്ത് നിന്ന് തന്നെ നിരീക്ഷണങ്ങൾ നടത്താനും പരീക്ഷണങ്ങൾ ചെയ്യാനും സൗകര്യമൊരുക്കിയാലോ?
അതിനായി ബഹിരാകാശത്ത് ഒരുക്കിയ പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. ഓക്കെ, അതായത് സ്പേസ് സ്റ്റേഷൻ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതാണ് ISS. ഓക്കെ, അതിനെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചന്ദ്രൻ. രാത്രികാലങ്ങളിൽ ആകാശം ഏറ്റവും കൂടുതൽ തെളിഞ്ഞും വലുതായും കാണുന്നത് ചന്ദ്രനാണല്ലോ. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഓക്കെ, ഭൂമി എന്ന ഗ്രഹത്തെ ചന്ദ്രൻ ചുറ്റുന്നു. ഒക്കെ നമുക്കറിയാവുന്ന ഗ്രഹങ്ങളെ ചുറ്റുന്നവയാണ് ഉപഗ്രഹങ്ങൾ. ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ്. സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ചന്ദ്രൻ്റെ പ്രകാശമായി നാം കാണുന്നത്. ഓക്കെ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ചോദിച്ചാൽ അത് സൂര്യനാണ്. അപ്പോൾ ഭൂമിയുടെ അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്, ഭൂമിയുടെ അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. ഓക്കെ, ഇനി നക്ഷത്രങ്ങളെയും ആകാശഗോളങ്ങളെയും എന്താണ് വേർതിരിക്കുന്നത്? അതിൻ്റെ വ്യത്യാസം എന്താണ് നക്ഷത്രം, എന്താണ് ആകാശഗോളം? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും നമുക്ക് തോന്നുന്നു. ഓക്കെ, ഇനി സൗരയൂഥത്തിൻ്റെ ഗ്രഹങ്ങളുടെ ഓർഡർ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കേസുകളാണ്. 8 ഗ്രഹങ്ങളുണ്ട്, അറിയാലോ. ഓക്കെ, പ്ലൂട്ടോനെ പുറത്താക്കി 2006. ഓക്കെ, സൂര്യൻ, അടുത്തുള്ളത് ബുധൻ, പിന്നെ ശുക്രൻ, അത് കഴിഞ്ഞ് ഭൂമി, പിന്നെ ചൊവ്വ, പിന്നെ വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ആദ്യത്തെ 4 അന്തർഗ്രഹങ്ങളും പിന്നത്തെ 4 എന്ന് പറയുന്നത് ബാഹ്യഗ്രഹങ്ങളും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ബുധൻ സൂര്യൻ്റെ അടുത്താണ്, ഏറ്റവും ചെറുതാണ്. ഓക്കെ, അതിൻ്റെ ഇപ്പുറത്ത് ശുക്രൻ്റെ പ്രത്യേകത തിളങ്ങുന്നതാണ്, സന്ധ്യയ്ക്കൊക്കെ കാണാൻ പറ്റും. അതുപോലെ ചൂട് കൂടുതൽ അതിനാണ്. ബുധനടുത്തെന്ന് പറഞ്ഞിട്ട് ബുധനല്ല ചൂട് കൂടുതൽ, ശുക്രനാണ് ചൂട് കൂടുതൽ. പിന്നെ നീലഗ്രഹം ഭൂമി, പിന്നെ ചൊവ്വ അറിയാലോ, ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. പണ്ട് എന്താ പറയുക, നദി ഒഴുകിയിരുന്നു എന്നൊക്കെ പറയുന്നത് ചൊവ്വയിലാണ്, ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. ഓക്കെ, അതറിഞ്ഞിരിക്കുക. തുരുമ്പിച്ച ഗ്രഹം. ഇനി വ്യാഴം ഏറ്റവും വലുതാണെന്നറിയാം. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലാണ്, വലുതാണല്ലോ, പിണ്ഡം കൂടുതലാണല്ലോ, അപ്പോൾ ഗുരുത്വാകർഷണം ഭയങ്കര കൂടുതലാണ്. ഇനി ശനി എന്ന് പറഞ്ഞാൽ വലയങ്ങളുണ്ട്, മാത്രമല്ല ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് ശനിയിലാണ്. പിന്നെ സാന്ദ്രത ഏറ്റവും കുറവാണ് ശനിയിൽ. ഓക്കെ, പിന്നെ യുറാനസിൻ്റെ ഷേപ്പ് തന്നെ കണ്ടില്ലേ, കിടക്കുന്നത്, ഉരുളുന്നത് എന്നൊക്കെ അറിയപ്പെടുന്ന, ടയറിൻ്റെ ഷേപ്പിൽ തിരിയുന്നതെന്നൊക്കെ അറിയപ്പെടുന്ന യുറാനസാണ്. പിന്നെ പച്ചഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന യുറാനസാണ്. ഓക്കെ, ഏറ്റവും ദൂരെ നെപ്റ്റ്യൂണാണ്. സോ നെപ്റ്റ്യൂണിന് സൂര്യനെ വലം വയ്ക്കാൻ ഒരുപാട് സമയം എടുക്കും. ഇവിടെ ബുധൻ കണ്ട തൊട്ടടുത്ത, അപ്പോൾ പെട്ടെന്ന് വലം വയ്ക്കുക എന്ന് വെച്ചാൽ പരിക്രമണം പെട്ടെന്ന് ബുധനും കുറേ ടൈം എടുത്ത് നെപ്റ്റ്യൂണുമാണ്. ഓക്കെ, എന്നാൽ വ്യാഴത്തിനൊരു പ്രത്യേകതയുണ്ട്. വ്യാഴം പെട്ടെന്ന് ഭ്രമണം ചെയ്യും, നല്ല സ്പീഡിൽ കറങ്ങും. അതായത് ഈ രാത്രി പകലൊക്കെ പെട്ടെന്ന് തന്നെ തീരും ഈ വ്യാഴത്തിൽ. ഓക്കെ, ശുക്രനൊക്കെ ഭയങ്കര സ്ലോവാണ് തിരിയുന്നതിൽ. അതായത് പകൽ കൂടുതലും രാത്രി കൂടുതലൊക്കെയാണ് ശുക്രനിൽ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞു പോവുകയാണ്, നമുക്കുള്ള കാര്യം വായിക്കാം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് പോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റ് ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണ പഥം, അതായത് ഓർബിറ്റ്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം, സൗരയൂഥം. ഓക്കെ, ഇനി ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ക്യാമറയും മറ്റ് നിരവധി നമ്മുടെ സാറ്റലൈറ്റിനെ കുറിച്ച് പറയുകയാണ്. ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യൻ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അഥവാ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ. ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS. ഓക്കെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS. ഓക്കെ, ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അറിയാവുന്നതാണ്. ഇനി കൃത്രിമ ഉപഗ്രഹങ്ങൾ വെച്ചുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ്? വിദൂര സംവേദനം, ആശയവിനിമയം, ഗതി നിർണയം, ശാസ്ത്രപര്യവേഷണം,
വിഭവ സ്രോതസ്സുകളുടെ കണ്ടെത്തൽ, പ്രതിരോധം, ഡിഫൻസ് കാര്യങ്ങളൊക്കെ. ഇനി ജസ്റ്റ് ഇത് പഠിച്ചു വയ്ക്കുക. ഇൻസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹത്തിൻ്റെ ഉപയോഗം എന്താ? ഇൻസാറ്റ് എന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ സാറ്റലൈറ്റ് ആണ്, അതായത് വാർത്താവിനിമയം. ഇൻസാറ്റ് വാർത്താവിനിമയം. എജുസാറ്റ് പേര് തന്നെ ഉണ്ട്, വിദ്യാഭ്യാസം. ഓക്കെ. IRNSS അതായത് നമ്മുടെ GPS ഇല്ല അമേരിക്കയുടെ, അതേപോലത്തെ ഗതിനിർണയ ഉപഗ്രഹമാണ് നമ്മുടെ ഇന്ത്യയുടെ IRNSS. അതിന് ഫുൾ ഫോമൊക്കെ ഉണ്ട്. ഓക്കെ, പറയാം. അപ്പോൾ ഗതിനിർണയം IRNSS. ഇനി കാർട്ടോസാറ്റ് എന്താണ്? ഭൗമ നിരീക്ഷണം. കാർട്ടോസാറ്റ് എന്ന് വെച്ചാൽ കാർട്ടോഗ്രഫി എന്താ, മാപ്പൊക്കെ വരയ്ക്കല്ലേ, അപ്പോൾ ഭൗമ നിരീക്ഷണമാണ് കാർട്ടോസാറ്റ്. ഇനി ആസ്ട്രോസാറ്റ് നോക്കി വയ്ക്കുക. ആസ്ട്രോസാറ്റ് ആദ്യത്തെ നമ്മുടെ ടെലസ്കോപ്പ് എന്ന് തന്നെ പറയാം. ഓക്കെ, ജ്യോതിശാസ്ത്ര പഠനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ആസ്ട്രോസാറ്റ്. ആസ്ട്രോളജി അതാണല്ലോ, അപ്പോൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ ആസ്ട്രോസാറ്റ് ജ്യോതിശാസ്ത്രം. ഇനി ജിസാറ്റ് 7ഉം എമിസാറ്റും ഇത് നോക്കി വയ്ക്കുക, ഇത് പഠിച്ചു വയ്ക്കുക. ജിസാറ്റ് 7 എമിസാറ്റ് രണ്ടും ഡിഫൻസിനാണ്. അപ്പോൾ ജിസാറ്റ് 7ഉം ജിസാറ്റ് 7 കോടാലി പോലെ ഇല്ലേ, അതൊക്കെ ഡിഫൻസിന് വേണ്ടി കോടാലി യൂസ് ചെയ്യാം. ജിസാറ്റ് 7. ഓക്കെ. പിന്നെ എമിസാറ്റ് പഠിച്ചു വയ്ക്കട്ടെ. എമിസാറ്റ് പ്രതിരോധം. ഓക്കെ. ഇനി നമ്മുടെ IRNSനെ കുറിച്ച് പറയാം. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഓക്കെ, ഇന്ത്യൻ റീജിയണൽ നമ്മുടെ ഇവിടെ ഇന്ത്യയുടെയാണ്. ഓക്കെ, ഇത് പഠിച്ചു വയ്ക്കുക. ഇത് ആപ്പിളിൻ്റെ ഇതിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ് IRNSS. ഓക്കെ, പുതിയ ഏതോ മൊബൈൽ ഡിവൈസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ IRNSSൻ്റെ ആ സെറ്റപ്പില്ലേ, അത് വെച്ചിട്ട് വരുന്ന നമ്മുടെ ഇന്ത്യയുടെ GPS എന്ന് പറയുമ്പോൾ നാവിക്ക്. ഓക്കെ, നാവിഗേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം നാവിക്ക്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റിയാൽ മതി. ഓക്കെ. ഇനി ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ. ഉപഗ്രഹ വിക്ഷേപണം മെയ് 29 എന്ത് സാധനം? തദ്ദേശീയമായി വികസിപ്പിച്ച ഗതിനിർണയ ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം മെയ് 29 നടക്കും. GSLV, ഈ വാഹനങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക. GSLV. ഓക്കെ, GSLV F-12 എന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത്. ടൈം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് NVS-1. 2023 മെയ് 29. NVS-1 ഗതിനിർണയ ഉപഗ്രഹം ഫസ്റ്റാണ് കേട്ടോ. NVS-1 എന്ന് പറയുന്നത് അത് മെയ് 29, 2023 വാഹനം GSLV F-12 വിക്ഷേപിച്ചു. ഓക്കെ, സ്റ്റേഡിൽ ഈ ഡേറ്റ് പറയുന്നുണ്ട്, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ. ഇനി ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ബഹിരാകാശ സ്ഥാപനമാണ് ISRO. നമുക്കറിയാം, അതായത് ബഹിരാകാശ ഗവേഷണ സംഘടന, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ബാംഗ്ലൂരിലുള്ളതാണ് ഈ ISRO. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി തുമ്പനെ കുറിച്ച് പറയാം. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തുമ്പ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. ഓക്കെ, വന്നത് 63 നവംബർ 21. വർഷമൊക്കെ പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, 1963 നവംബർ 21. ഇനി സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്നു സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. 1971 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓക്കെ, ഇതിൽ 2 ലോഞ്ച് പാഡുകളുണ്ട് ഇപ്പോൾ. ഓക്കെ, 2 ലോഞ്ച് പാഡുകളുണ്ട് സതീഷ് ധവാനിൽ. അപ്പോൾ വന്ന വർഷം എപ്പോഴാണ്? 71 ഒക്ടോബറിൽ. ഓക്കെ, പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥലമൊക്കെ അറിഞ്ഞിരിക്കുക, ആന്ധ്രാപ്രദേശ് ശ്രീഹരിക്കോട്ട. ഇനി വിക്രം സാരാഭായിനെ കുറിച്ച്. വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ്. ഓക്കെ, ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന പേരും അതുപോലെ ചന്ദ്രയാൻ്റെ ലാൻഡറിന് വിക്രം എന്ന പേരും നൽകിയത്. ഓക്കെ, പിതാവാണ് വിക്രം സാരാഭായ്. അതിനുശേഷം കൂടുതൽ കാലം ചെയർമാനായിട്ടുള്ള വ്യക്തിയായിരുന്നു സതീഷ് ധവാൻ. ഇസ്രോയുടെ, അതായത് ISROയുടെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായാണ്
നമ്മുടെ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയ്ക്ക് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്ന പേര് കൊടുത്തത്. ഓക്കെ, കൂടുതൽ കാലം ഇങ്ങനെയായിരുന്നു സതീഷ് ധവാൻ. ഇനി ചാന്ദ്ര പദ്ധതികളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വർഷങ്ങൾ ഓർമ്മയുണ്ടല്ലോ, 63 തുമ്പ നവംബർ 21, അത് കഴിഞ്ഞിട്ട് 71 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആന്ധ്രാപ്രദേശ്. 63 71. ഇനി പദ്ധതികൾ. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രനിലെത്താൻ മനുഷ്യനെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഈ വർഷം 1969, നമ്മുടെ ഇവിടെ ISRO ഫോം ചെയ്യുന്ന വർഷം 69 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. അതായത് നാസ ചന്ദ്രനിലേക്ക് ആൾ വിടും. ഓക്കെ, 69 ജൂലൈ 21 ആണ് ഈ സ്വപ്നം സഫലമായത്. ജൂലൈ 21 ചാന്ദ്രദിനം. ഓക്കെ, ജൂലൈ 21 ചാന്ദ്രദിനം. 60 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് ആരൊക്കെ പോയത്? നിൽ ആംസ്ട്രോങ്. ഓക്കെ, നിലാവ് എന്നല്ലേ ചന്ദ്രനെ പറയുന്നത്. അപ്പോൾ നിലാവിൽ കാലുകുത്തിയത് നിൽ ആംസ്ട്രോങ്. പിന്നെ രണ്ടാമത്തെ ആൾ എഡ്വിൻ ബസ് ആൾഡ്രിൻ. ഇതൊക്കെ ഓർത്ത് വയ്ക്കുക. നിൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൾഡ്രിനുമാണ് സഞ്ചാരികൾ. ഓക്കെ, അവിടെ കാലുകുത്തിയ ആൾക്കാർ. എന്നാൽ ഈ വാഹനം നിയന്ത്രിച്ചത് മൈക്കിൾ കോളിൻസാണ്. ആൾ മരിച്ചു. ഓക്കെ, ഏതൊരു എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാഹനം നിയന്ത്രിച്ചത് മൈക്കിൾ കോളിൻസ്. ഓക്കെ, അപ്പോൾ അപ്പോളോ 11 69 ജൂലൈ 21 ഇതൊക്കെ അറിഞ്ഞു വയ്ക്കുക. ഇനി ബഹിരാകാശ വാരം ഒക്ടോബർ 4 തൊട്ട് ഒക്ടോബർ 10 വരെ. ഓക്കെ, 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ലോകത്തിലെ തന്നെ. ഇതിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായി ആചരിക്കുന്നു. എന്തുകൊണ്ടാണ്? സ്പുട്നിക് 1 വിക്ഷേപണത്തിൻ്റെയും 57 കഴിഞ്ഞിട്ട് 10 വർഷം 67 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കാണ് ഈ വാരാചരണം. അപ്പോൾ ഒക്ടോബർ 4 തൊട്ട് ഒക്ടോബർ 10 വരെ. ഓക്കെ, ഇനി നമ്മുടെ ചന്ദ്രദൗത്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22, വർഷം മറക്കരുത്. 2008 ഒക്ടോബർ 22 പാതി എത്രയാണ്? 11. PSLV C-11 ഇത് വിക്ഷേപിച്ചത്. ഓക്കെ, ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ചന്ദ്രൻ്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ്. അല്ലാതെ ചന്ദ്രനിൽ ഇറങ്ങുകയല്ല. ഓക്കെ, ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല. അത് 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ സഞ്ചരിക്കുക, അതാണ് ദൗത്യം. ഇനി ചന്ദ്രയാൻ 2 ഇറങ്ങേണ്ട കാര്യം വരുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 2. 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ ഇറങ്ങിയിട്ട് പാറകളുടെയും മണ്ണിൻ്റെയും പഠനം നടത്തുക എന്നായിരുന്നു ലക്ഷ്യം. ഓക്കെ, ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ 3. ഓക്കെ, ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകമാണ് ചന്ദ്രയാൻ 3. ഓക്കെ, അതുപോലെ തന്നെ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്ന 4ാമത്തെ കൺട്രിയാണ് നമ്മൾ. ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ കൺട്രിയാണ് നമ്മൾ. ഓക്കെ, ഇതെപ്പോഴാണ് ഇറങ്ങിയത്? എപ്പോഴാണ് വിക്ഷേപിച്ചത്? 2023 ജൂലൈ 14. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തു. അതുകൊണ്ട് ദേശീയ ബഹിരാകാശ ദിനം എന്നൊക്കെ പറയുന്നത് ഓഗസ്റ്റ് 23. ഓക്കെ, നമ്മുടെ ഇന്ത്യക്കാരുടെ ഓഗസ്റ്റ് 23. ഓക്കെ, അതിലെന്താ പറയുന്നത്? റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ഓക്കെ, പിന്നെ നമ്മുടെ ചൊവ്വ ദൗത്യമാണ് മംഗൾയാൻ. 2013 വിക്ഷേപിക്കുന്നത്. ഓക്കെ, ഇനി സൗര പര്യവേഷണമാണ് ആദ്യത്തെ L1. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഗഗൻയാൻ, അത് അറിയാം, മനുഷ്യരെ കൊണ്ടുപോകുന്ന നമ്മുടെ ദൗത്യം. ഇത് 2026 കൂടിയാണ് സാധ്യമാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ, 5ാമത്തെ ചാപ്റ്റർ. ഇനി 6ാമത്തെ ചാപ്റ്റർ ഊർജ്ജ സ്രോതസ്സുകൾ, എനർജിനെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അവന് ആ ഊർജ്ജം വേണം. ഓക്കെ, ഊർജ്ജത്തെ നമുക്ക് കാണാൻ കഴിയില്ല.
വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. നമുക്ക് ഫീൽ ചെയ്യാനേ കഴിയുള്ളൂ, അതിന് കാണാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ ചൂടാണെങ്കിൽ അനുഭവിച്ചറിയാനേ സാധിക്കുള്ളൂ. പ്രകാശമാണെങ്കിൽ അത് കണ്ണിലേക്ക് പതിക്കുമ്പോഴേ നമുക്ക് അനുഭവിച്ചറിയാനേ സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഇന്ധനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഓക്കെ, കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങിയ ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല പല ഫീൽഡുകളിൽ. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ബസ്, ലോറി, മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വലിയ വാഹനങ്ങളിൽ പൊതുവെ ഡീസലാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ കാറ്, ഓട്ടോറിക്ഷ, ചെറിയ വാഹനങ്ങളിൽ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളിൽ ഇന്ധനമായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്? കൽക്കരി, ഗ്യാസ്, നാഫ്ത തുടങ്ങിയ കാര്യങ്ങൾ. ഇനി വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലുകളാണ് ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഉറവിടം എന്താണ് ഇതിൻ്റെയൊക്കെ? ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിലിനെ സംസ്കരിച്ചാണ് ഈ പെട്രോൾ, ഡീസൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അറിയാം അതൊക്കെ. ഇനി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം എന്നിവ ഉണ്ടാകുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയും പാചകത്തിന് ഉപയോഗിക്കുന്ന LPGയും ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ്. ഓക്കെ, ഇനി ഇത് നമുക്കറിയാവുന്ന പ്രോസസ്സാണ്. കുഴിച്ചെടുക്കുന്നത് എണ്ണക്കിണറിൽ നിന്ന്, പിന്നെ അതിന് എണ്ണ ശുദ്ധീകരണ ശാലയിലിട്ട് റിഫൈൻ ചെയ്യും, പിന്നെ വിതരണം ചെയ്യുന്ന പെട്രോൾ പമ്പിൽ. ഓക്കെ, ഡീസൽ, വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടി, കപ്പൽ തുടങ്ങിയവ ഓടിക്കാനും വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് ഇന്ധനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത്. അപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലെ പ്രധാന ഇന്ധനം ഏതാണെന്ന് വെച്ചാൽ കൽക്കരിയാണ്. ഓക്കെ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. പുതുക്കാൻ പറ്റില്ല. നോൺ റിന്യൂവബിൾ എനർജിയാണ് ഇതൊക്കെ. ഓക്കെ, ഇതിനെന്താ ബ്രൗൺ എനർജി എന്നൊക്കെ നമുക്ക് പറയാം. പുതുക്കാൻ പറ്റില്ല. ഓക്കെ, ബ്രൗൺ എനർജി. ഓക്കെ, ഇതുണ്ട് കൽക്കരി തീവണ്ടി, അതിനുശേഷം ഡീസലായി, ഇപ്പോൾ വൈദ്യുതി തീവണ്ടിയായി. ജലവൈദ്യുതി, ഇതൊക്കെ ജസ്റ്റ് എക്സ്പെരിമെൻറ്റുകളാണ്. കെട്ടിനിർത്തിയ നമ്മുടെ ഡാമിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത്. കെട്ടിനിർത്തിയ ജലത്തിൻ്റെ ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുവേണ്ടി വെള്ളത്തെ അണക്കെട്ടുകളിൽ തടഞ്ഞു നിർത്തും. ഇത് ആവശ്യാനുസരണം താഴേക്ക് പതിപ്പിച്ച് വലിയ ടർബൈനുകൾ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. നമുക്കറിയാവുന്നതാണ്. ഇനി കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്. കാറ്റിന് വസ്തുക്കളെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഇതിന് പറ്റുന്ന ഉപകരണമാണ് കാറ്റാടിയന്ത്രം, അതായത് വിൻഡ് മില്ല്. വിൻഡ് മില്ലിൻ്റെ പങ്കുകൾ കറങ്ങുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ടർബൈൻ കറങ്ങും. ഈ ഊർജ്ജം ഉപയോഗിച്ച് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. നമ്മുടെ കേരളത്തിൽ കാറ്റാടിപ്പാടം എവിടെയൊക്കെ ഉള്ളത്? രാമക്കൽമേട്, അതായത് ഇടുക്കി, പിന്നെ ഫേമസ് ആയിട്ടുള്ള കഞ്ചിക്കോട്, അട്ടപ്പാടി. ഈ കഞ്ചിക്കോട് എന്ന് പറയുന്നത് KSEBിയുടെ കീഴിലുള്ള കാറ്റാടിപ്പാടമാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് കിട്ടുന്നത് രാമക്കൽമേടിൽ നിന്നാണ് ഔട്ട്പുട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. കഞ്ചിക്കോട് ഏറ്റവും ആദ്യത്തെയാണ്, KSEBിയുടെ കീഴിലുള്ളതാണ്. അട്ടപ്പാടിയും പാലക്കാട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇടുക്കിയിലുള്ളത് രാമക്കൽമേട് മാത്രം. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണ് കാറ്റ്. അതായത് സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയും യാത്രയ്ക്ക് കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. പായ്ക്കപ്പലൊക്കെ പണ്ട് തൊട്ട് കാറ്റ് യൂസ് ചെയ്തിരുന്നു. ഇനി സോളാറിനെ കുറിച്ച് പറയാം. സൗരോർജ്ജത്തിൻ്റെ താപം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കറും സോളാർ വാട്ടർ ഹീറ്ററും. ഒക്കെ അറിയാവുന്നതാണ് ഇതൊക്കെ. ഓക്കെ, സൗരോർജ്ജ പാനലുകൾ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നു. സോളാർ പാനലുകളെ കുറിച്ച് പറയുന്നത്. സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റോ അങ്ങനെ. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതായത് ഏതെങ്കിലും ഒരു മെറ്റലിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ ഈ ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് ഈ
നമ്മൾ സോളാർ എനർജീനെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോളാർ പാനലിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസ് സിലിക്കൺ, ജെർമേനിയം, ഇങ്ങനത്തെ മെറ്റീരിയലുകളാണ് നമ്മൾ പാനൽ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ജസ്റ്റ് കേട്ട് പോയാൽ മതി. ഓക്കെ, ഇനി സൂര്യപ്രകാശം, കാറ്റൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തിരമാലയുണ്ട്, ഇതുപോലൊരു ഊർജ്ജ സ്രോതസ്സാണ്. ഈ സൂര്യപ്രകാശമൊക്കെ എത്ര കിട്ടിയാലും പിന്നെയും തീർന്നു പോകില്ല, ഒരുപാട് കിട്ടും. അതുപോലെ കാറ്റാണെങ്കിലും ഇടയ്ക്കുണ്ടാവും. അതുപോലെ തിരമാലയാണെങ്കിൽ അതൊന്നും തീരില്ല. ഓക്കെ, ഇതൊന്നും തീരാത്ത എനർജികളാണ്. അതുകൊണ്ട് ഇതിനെ ഗ്രീൻ എനർജി എന്ന് പറയാം. ഓക്കെ, ഇതിലൊന്നും നമുക്ക് മലിനീകരണം ഉണ്ടാകുന്നില്ല. ഓക്കെ, സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകുന്ന കാര്യങ്ങളല്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. ഓക്കെ, ഈ സ്രോതസ്സുകൾ വായുമലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞത് ഇവരാണ്. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞത് തീർന്നു പോകുന്നവരാണ്. ഓക്കെ, നമ്മുടെ കൊച്ചിൻ എയർപോർട്ട്, സിയാലിനെ കുറിച്ചാണ് പറയുന്നത്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ വെച്ചാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു സോഴ്സാണ് ബയോഗ്യാസ്. ബയോഗ്യാസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. ഓക്കെ, ഇതതിൻ്റെ ചിത്രമാണ്. ഓക്കെ, ചൂടാറപ്പെട്ടി ഒന്നുമില്ല, ഊർജ്ജത്തിന് നമ്മൾ കാര്യക്ഷമമായിട്ട് ഊർജ്ജ നഷ്ടം ഇല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യണം. അതിനുള്ളൊരു സാധനമാണ് ഈ ചൂടാറപ്പെട്ടി. ഓക്കെ, ഇന്ധന ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമാണ്, ഊർജ്ജ നഷ്ടം തടയലാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും ചൂടുള്ള സാധനങ്ങൾ ഇതിനകത്ത് ഇറക്കി വെച്ചാൽ ആ ചൂട് നഷ്ടപ്പെടില്ല. ഓക്കെ, ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു, ഗ്രീൻ എനർജീനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം ഒരേപോലെ ഒരേ ക്വാണ്ടിറ്റിയിൽ കിട്ടാറുണ്ടോ? എല്ലാ കാലത്തും കിട്ടാറുണ്ടോ? ഇല്ല. ഓക്കെ, സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ എന്നാൽ എല്ലായിടത്തും എല്ലാ കാലത്തും ഒരേപോലെ സൂര്യപ്രകാശം ലഭിക്കാറുണ്ടോ? അതുപോലെ കാറ്റിൻ്റെ വേഗത ഒരേപോലെയാണോ? അല്ല. ഓക്കെ, ഇവയിൽ നിന്നും എപ്പോഴും ഒരേ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, ഈ പരിമിതികൾ മറികടക്കുന്ന പുതിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രലോകം. അതിൻ്റെ എക്സാമ്പിൾസാണ് ഹൈഡ്രജൻ, പിന്നെ ജൈവ ഡീസൽ എന്നിവ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ വരാൻ പോണത്. ഹൈഡ്രജൻ നമുക്കറിയാം ഫ്യൂച്ചറിലുള്ള ഒരു സംഭവമാണ്. ഈ ജൈവ ഡീസൽ അതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ജൈവ ഡീസൽ. ഓക്കെ, ജൈവ കാര്യങ്ങളിൽ നിന്ന് ഡീസൽ ഉണ്ടാക്കുക എന്നായിരിക്കും ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അടുത്ത ഇന്ദ്രിയാജാലം, അതായത് കണ്ണ്, നാക്ക്, മൂക്ക്, ചെവി, ഇതിൻ്റെ ഒരു ചാപ്റ്ററാണ്. ഇപ്പോൾ പട്ടീനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഘ്രാണശക്തി ഏറ്റവും കൂടുതൽ കരയിൽ നായിന് പറയാറ്. ഓക്കെ, ഇവിടെ ഒരു പുതിയ കാര്യം പറയുന്നുണ്ട്. ഞാൻ ചെറിയ ശബ്ദം പോലും കേൾക്കും. അതായത് കേൾവി ശക്തി ഏറ്റവും കൂടുതൽ നായിക്കാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വളരെ ദൂരെയുള്ള ജീവികളെ ഇരപിടിക്കാനായിട്ട് ഈ പരുന്തിന് കഴിയുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിത്രശലഭത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഈ നായ്ക്കൾക്ക് ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള കരയിലൊരു ജീവിയാണ് ഈ നായ്ക്കൾ. പക്ഷെ ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. അതായത് ശബ്ദം കേൾക്കാനായിട്ട് കഴിവ് കൂടുതലുള്ള ഒരു ജീവിയാണ് നായ. പിന്നെ പരുന്തിനെ കുറിച്ച് പറയുന്നുണ്ട്, വളരെ ദൂരെയുള്ള ഇരയെ പോലും കാണാൻ കഴിയും. അപ്പോൾ അത് അതിൻ്റെ ഒരു ശക്തിയാണ്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ ഒരു കാര്യമാണ്, ചിത്രശലഭത്തിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ കാലുകൾ ഉപയോഗിച്ച് രുചി അറിയുന്ന ജീവിയാണ് ചിത്രശലഭം. ഇവിടെ കരടിയുടെ കേസാണ് പറയുന്നത്. എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും, കരടി പറയുന്നു. ഇനി മുതലയുടെ ഒരു കാര്യം, സ്പർശനശക്തി ഏറ്റവും കൂടുതലുള്ള ജന്തുവാണ് മുതല. എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും, അതാണ് മുതല. അപ്പോൾ ഇതിൻ്റെ കാര്യം, ചിത്രശലഭത്തിൻ്റെ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ജ്ഞാനേന്ദ്രിയത്തിനെ കുറിച്ച്, ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഏതൊക്കെയാണ്?
5 ഇന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഓക്കെ ഓക്കെ ഇനി ഇനി ജന്തുക്കളിലെ കണ്ണാണ് ആദ്യത്തെ ജ്ഞാനേന്ദ്രിയം. അതായത് ശരീരത്തിലെ 80% യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ കണ്ണാണ്, പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയം. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ സ്ഥാനത്തിനെ കുറിച്ച് മൃഗങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പം ആടിൻ്റെ കടുവയുടെ കണ്ടില്ലേ, ഫ്രണ്ടിലാണ്. അതുപോലെ കോഴിയുടെ അപ്പുറത്തുമാണ്. ജസ്റ്റ് അതിനെക്കുറിച്ച് പറയാം. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു, നമ്മളെപ്പോലെ. ഓക്കെ, സ്ഥാനവും അകലവും തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു. തലയുടെ വശങ്ങളിലായിട്ട് കണ്ണുകളുള്ള ജീവികൾ 2 വശത്തുള്ള കാഴ്ചകളെ സാധ്യമാക്കുന്നു. മാന്, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി പൂച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. ഒന്നുമില്ല, പകൽ സമയത്ത് കൃഷ്ണമണി ചുരുങ്ങിയാണ് ഇരിക്കുക. അതായത് കുറച്ച് മാത്രം പ്രകാശം കയറിയ ലൈറ്റുകൾക്ക് കണ്ണ് കാണാൻ പറ്റും. ഇനി രാത്രിയാണെങ്കിൽ ആ പ്രകാശം പരമാവധി കയറണമെങ്കിൽ കൃഷ്ണമണി നന്നായിട്ട് വികസിക്കണം, എന്നാലേ പരമാവധി വെളിച്ചം കയറുള്ളൂ. വെളിച്ചം കയറിയാലേ കാഴ്ച കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇനി മൂങ്ങേനെ കുറിച്ച്. മൂങ്ങയ്ക്ക് തലയുടെ നേരം മുൻഭാഗത്തായിട്ട് വലിയ 2 കണ്ണുകളുണ്ട്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ സാധ്യമാകുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. കഴുത്തിങ്ങനെ 360 തിരിയുന്ന ഒരു ജീവിയാണ് മൂങ്ങ. മരയോന്ത്, ഇതിൻ്റെ കണ്ണ് ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഇതിന് തിരിക്കാൻ പറ്റും. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകളെ സാധ്യമാക്കും. ഓക്കെ, അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ചെങ്കണ്ണിനെ കുറിച്ചാണ്. ഇതൊരു സമ്പർക്ക രോഗമാണ് ചെങ്കണ്ണ് എന്ന് പറയുക. ഓക്കെ, സമ്പർക്കത്തിലൂടെ മാത്രമേ ഇത് വ്യാപിക്കുള്ളൂ. സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം പടരുന്നത്. അവരെപ്പോഴും ഇങ്ങനെ തൊട്ട് നടക്കുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഈ ഒരു സമ്പർക്ക രോഗം പെട്ടെന്ന് വരും. ഓക്കെ, അപ്പോൾ സമ്പർക്ക രോഗമാണ് ചെങ്കണ്ണെന്ന് അറിഞ്ഞിരിക്കുക. സ്നെല്ലൻ ചാർട്ട്, ഇത് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ഒരു ചാർട്ട് ഉണ്ടാകും. നമ്മുടെ മുന്നത്തെ CRTയിൽ 6 മീറ്റർ അകലത്തിൽ 7 വരികളിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് 8 വരി പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതറിഞ്ഞിരിക്കുക. 6 മീറ്റർ അകലത്തിലാണ് 7 വരികളുണ്ട്. മുകളിൽ വലിയ അക്ഷരം, താഴത്തേക്ക് പോകുന്തോറും ചെറിയ ചെറിയ അക്ഷരങ്ങളായിരിക്കും. ഇത് 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായിട്ടുള്ള ഹെർമൻ സ്നെല്ലറാണ് കണ്ടെത്തിയത്. 1862 ഡച്ച് നേത്ര വിദഗ്ധൻ. ഓക്കെ, അപ്പോൾ 6 മീറ്റർ അകലം 7 വരികൾ. ചാർട്ടിൻ്റെ പേര് സ്നെല്ലൻ ചാർട്ട്. കാഴ്ച ശക്തി നോക്കുക. ഓക്കെ, ഇനി കാഴ്ചയില്ലാത്തവർ അവരെങ്ങനെയാണ് വായിക്കുക? ഓക്കെ, അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സ്മാർട്ട് കെയിൻ. എന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കാണ്. ഈ സ്റ്റിക്ക് കണ്ടില്ലേ, വെളുത്ത വടി, വൈറ്റ് കെയിൻ എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ സ്മാർട്ടായിട്ടുള്ള സെറ്റപ്പ് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, കാഴ്ചയില്ലാത്തവർ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ് സ്മാർട്ട് കെയിനുകൾ. പിന്നെ ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റുകൾ, ബ്രെയിൽ ലിപി എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി ഇല്ലാത്തവർ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇത്. തൊട്ട് മനസ്സിലാക്കുക ആ ഒരു ലിപി. ആ ഡിജിറ്റൽ ടൈപ്പും ഉണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനി സ്മാർട്ട് കെയിൻ്റെ പ്രത്യേകതകളാണ്. ഇത് വഴി കണ്ടെത്താൻ വളരെ എളുപ്പത്തിലാണ്. അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഇതിലുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. താഴെ വീഴുകയാണെങ്കിൽ അടുത്തുള്ള ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ സ്മാർട്ട് കെയിനിൽ. പിന്നെ കണ്ണിൻ്റെ സേഫ്റ്റി. നമ്മൾ കണ്ണൊരിക്കലും തിരുമ്മരുത്. മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക. ഓക്കെ, കണ്ണിനുള്ളിൽ തൊടരുത്. അതുപോലെ ദീർഘസമയം മൊബൈലോ കമ്പ്യൂട്ടറോ ഒന്നും യൂസ് ചെയ്യരുത്. മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിച്ച് മുഖമൊന്നും തുടയ്ക്കരുത്. ഓക്കെ, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഇരുന്ന് വായിക്കേണ്ടത്. വെളിച്ചം നന്നായിട്ട് വേണം. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയാകുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഓക്കെ, പിന്നെ ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ
അടങ്ങിയ ആഹാരം കഴിക്കുക. ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ. ഓക്കെ, കണ്ണിൻ്റെ ആവശ്യം. ഇതൊക്കെ അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓക്കെ, ഇനി ചെവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഹിയറിംഗ് എയ്ഡ്സ്, ശ്രവണ സഹായി. പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്താണ്? കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇത്. ഓക്കെ, ഇനി മൂക്കിനെ കുറിച്ച്. മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ഇതിന് കാരണം. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ജലദോഷം. കൂടുതൽ സ്രവം ഉണ്ടാക്കുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാകും. അതുകൊണ്ടാണ് മണം അറിയാത്തത്. ഓക്കെ, ഇനി നാവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മൾ നന്നായിട്ട് ചവച്ചരച്ചാണ് കഴിക്കേണ്ടത്. ഓക്കെ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഓക്കെ, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ സ്വാദറിയുന്നത്, രുചി അറിയുന്നത് കേട്ടോ. ഇനി ടച്ചിങ്ങിനെ കുറിച്ച്. ഓക്കെ, ഇത് ത്വക്കിൻ്റെ കാര്യമാണ്. സ്പർശന ഒരു അനുഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ഇതൊരു പോയിൻ്റാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ഓക്കെ, ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ പ്രവേശിപ്പിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യങ്ങൾ തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ഓക്കെ, ഇനി ത്വക്കിൻ്റെ സംരക്ഷണം എങ്ങനെയാണ്? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ കുറച്ചേ ഉള്ളൂ. ഇനി ജന്തുജാലങ്ങൾ. ഓക്കെ, അതായത് മൃഗങ്ങളുടെ ഈ പരിണാമങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, പുഴുവിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യം. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ. അതിൻ്റെ എക്സാമ്പിളാണ് മുട്ട, അത് ലാർവയായിട്ടുള്ള കുഴിയാന, അത് കഴിഞ്ഞിട്ട് അത് പിന്നെ പ്യൂപ്പയാകും, അത് കഴിഞ്ഞിട്ട് ആൻഡ് ലയൻ, ലേസ്വിങ്, ആൻഡ് ലയൻ, ആൻഡ് എന്ന് വെച്ചാൽ ഉറുമ്പ്, അതിനെ പിടിക്കുന്ന ടീമുകൾ. അതായത് തുമ്പിയില്ലേ, ഇവിടുത്തെ തുമ്പിയുടെ ലാർവയാണ് കുഴിയാന. അതിനെക്കുറിച്ച് പറയാം. മുട്ട വിരിഞ്ഞുണ്ടായ കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? ഇല്ല. കണ്ട, കുഴിയാന വേറെ, ഈ ജീവി വേറെ, സാദൃശ്യമില്ല. കുഴിയാനനെ കുറിച്ച് പറയാം. ആൻഡ് ലയൺ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്ന് ഇതിനെ പറയുന്നത്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. കണ്ട, പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. അതായത് ലാർവയിൽ നിന്നും മാറ്റങ്ങൾ സംഭവിച്ചാണ് മാതൃ ജീവിയുടെ രൂപത്തിലേക്ക് മാറുന്നത്. ഇതിന് നമ്മൾ രൂപാന്തരം സംഭവിക്കുക എന്ന് പറയും. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയുടെ സാദൃശ്യമില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ കാലഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ള ജീവികളായി മാറുന്നു. ഇതിനെ രൂപാന്തരണം എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ വേറൊരെണ്ണമുണ്ട്. മുട്ട അത് വിരിഞ്ഞ് നിംഫുണ്ടാകുന്നു. നിംഫിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റ ഉണ്ടാകുന്നു. അപ്പോൾ പാറ്റയുടെ ഒരു തരം ലാർവയാണ് നിംഫ്. ഓക്കെ, നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നു പോയാണ് പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നത്. ഓക്കെ, ഇനി പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കളില്ലേ, അത് ഇലകളും മറ്റ് സസ്യഭാഗങ്ങളുമാണ് കഴിക്കുന്നത്.
ഓക്കെ, ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് കീടങ്ങളെ നശിപ്പിക്കാൻ. ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയുമെന്ന്. ചെണ്ടുമല്ലി എന്ന് പറഞ്ഞാൽ ചെടി, അതിന് കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതായത് ഈ പുഴുക്കളെ, ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മറികളും പറയുന്നുണ്ട്. അതിലൊന്നാണ് ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റി നിർത്തും. ജസ്റ്റ് കേട്ട് വയ്ക്കുക ഇതൊക്കെ. ഓക്കെ, ഇവിടെ നമ്മുടെ ധാന്യങ്ങളെ സൂക്ഷിക്കാനായിട്ട് സുഗന്ധവ്യഞ്ജനങ്ങളെ അതിൽ മിക്സ് ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, ധാന്യങ്ങൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങൾ ഇടാറുണ്ട്. ഇതെന്തിനായിരിക്കും? കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വെറുതെ കേട്ടാൽ മതി. ഇനി എല്ലാ പുഴുക്കളും എല്ലാ ഇങ്ങനത്തെ സാധനങ്ങളും ഉപദ്രവകാരികളാണോ? അല്ല. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നുണ്ട്. അതായത് ഈ പുഴുക്കളെ. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നുണ്ട്. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ചെറുപ്രാണികളുടെ കുറച്ച് കാര്യങ്ങൾ. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേള്, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ചൈനയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് തന്നെ. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചിലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട്. ഓക്കെ, ഇനി ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്. ചിത്രശലഭങ്ങൾ, അതിൻ്റെ എക്സാമ്പിളാണ്. ചിലപ്പോൾ ചോദിക്കാം, വരയൻ കടുവ വിലാസിനി ഇത് ഏതിൽ പെടുന്നു? ചിത്രശലഭമാണ്. വരയൻ കടുവ വിലാസിനി. ഓക്കെ, ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ചിത്രശലഭം. ഓക്കെ, ഇനി ചിത്രശലഭങ്ങളിലെ രണ്ട് തരം ചിത്രശലഭങ്ങളുണ്ട്. നമുക്ക് പറയാം കേട്ടോ. ചിത്രശലഭങ്ങളിലെ എക്സാമ്പിൾസാണ് നാരകശലഭം, അരളിശലഭം. അതായത് ആ ചെടിയുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്ക് തപ്പി, ഇതൊക്കെ ചിത്രശലഭങ്ങളാണ്. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്ക് തപ്പി. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ രണ്ട് തരം സസ്യങ്ങളും ഉള്ള ഉദ്യാനങ്ങളാണ് ശലഭ ഉദ്യാനങ്ങൾ. നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ ഇതൊന്നും നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നിശാശലഭങ്ങൾ, അതായത് മോത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശലഭങ്ങൾ പറഞ്ഞു. അടുത്ത ടീമുകളാണ് നിശാശലഭങ്ങൾ, അതായത് മോത്ത്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചിത്രശലഭങ്ങളെ പോലെ കളറുകളൊന്നുമില്ല ഇതിന്. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കണ്ട, ഒരു തരം നിശാശലഭത്തിൻ്റെ കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വെങ്കണനീലി. ഇതൊക്കെ കളറാണ്, പക്ഷേ കളറെന്ന് പറഞ്ഞിട്ട് ഈ വെങ്കണനീലിനെ ചിത്രശലഭത്തിൽ പെടുത്താൻ പറ്റില്ല. അതൊരു നിശാശലഭമാണ്. ഓക്കെ, മോത്ത്. കണ്ട, നിശാശലഭമാണ് മോത്ത്. വെങ്കണനീലി പകൽ നേരങ്ങളിൽ കാണുന്ന നീലനിറമുള്ള ശലഭമാണ് വെങ്കണനീലി. ഓക്കെ, ഒരു പ്രത്യേകത, പകൽ നേരങ്ങളിൽ ഇതിനെ കാണും, നിറം ഉണ്ട് എന്ന് വെച്ച് ഇത് ചിത്രശലഭമല്ല. ഓക്കെ, പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീലനിറവും ഒഴിച്ചാൽ ഇവയെ മറ്റ് സവിശേഷതകൾ നിശാശലഭത്തിൻ്റേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭത്തിൻ്റെ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നതിനാലാണ് ഈ പേര് കിട്ടിയത്. അപ്പോൾ വെങ്കണനീലി ആരാണ്? അതൊരു നിശാശലഭമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഉറുമ്പിൻ്റെ ചെറിയൊരു കാര്യമാണ് പറയുന്നത്. ഉറുമ്പുകൾക്ക് നിങ്ങൾ ചിറകുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആണ്, പെണ്ണ് ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആണ്, പെണ്ണ് ഉറുമ്പുകളുമായി ഇണചേരുന്നതിന് ചെയ്യാറുണ്ട്. ഓക്കെ, പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഇതിന് ചിറകുകൾ ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ജസ്റ്റ് പ്രാണികളും അതിൻ്റെ ശരീരഭാഗങ്ങളും, ഇതൊന്നും അത്ര
കാര്യമായിട്ടുള്ള ഇതൊന്നുമല്ല. മത്സ്യങ്ങളെക്കുറിച്ച് പറയുക. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? ഇതൊന്ന് നോക്കി വയ്ക്കുക. കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ട്രോളിങ് വരുന്നത്. എന്താണ് സംഭവം? ജൂൺ ജൂലൈ മാസം നമ്മുടെ മഴ പെയ്യുന്ന സമയങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ട്രോളിങ്. ഓക്കെ. എന്നാൽ ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് സ്രാവ്. ഓക്കെ, ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയുന്ന ഒരു മത്സ്യമാണ് സ്രാവ്. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ട്രോളിങ് വരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറിയ തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം. ഓക്കെ, ഊത്തക്കയറ്റം. ഓക്കെ, മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയ്ക്കാനിടയാക്കും. ഈ സമയത്ത് മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പോൾ ഊത്തക്കയറ്റം മനസ്സിലായില്ലേ? അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലെ ട്രോളിങ് മനസ്സിലായില്ലേ? ഇനി ഉഭയജീവികൾ, അതായത് ആംഫിബിയൻസ്, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികൾ. തവളയാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. തവള അറിയാലോ, ഇത് മുട്ടയിൽ നിന്ന് ലാർവ, അത് വാൽമാക്രി, അതിൻ്റെ ജീവിതചക്രം ഇതാണ്. ഇവിടെയും കണ്ടില്ലേ, മാതൃ ഇതിൽ നിന്നും വളരെ വ്യത്യാസമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നട്ടലുണ്ട്. ഓക്കെ, നമ്മുടെ കൊതുകിൻ്റെ കേസിൽ വ്യത്യാസമുണ്ട്. കൂത്താടിയിൽ നിന്നും അതിലേക്ക് വരുമ്പോൾ നട്ടലില്ലാത്തൊരു ജീവിയാണ് കൊതുക്. അതൊന്നും ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് കേട്ട് പോവുക. വളർച്ചയെത്തിയ ഞങ്ങൾ, ഇത് നമുക്ക് തുടങ്ങാം. ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ് തവള. വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. ഞങ്ങളെ ഉഭയജീവികൾ എന്ന ഇനത്തിലാണ് പെടുത്തുന്നത്. ഞങ്ങൾക്ക് നട്ടലുണ്ട്. ഓക്കെ, ഇനി അതുപോലെ വേറൊരു ജീവിയുണ്ട്, സിസീലിയൻ. നമ്മുടെ കുരുടി പാമ്പ് എന്നൊക്കെ പറയില്ല, പാമ്പല്ല അത്, കുരുടിപ്പാമ്പ്, സിസീലിയൻ. അതൊരു ഉഭയജീവിയാണ്. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവിയാണ് സിസീലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്ന് പറയുന്നുണ്ട്. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൾ കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ സിസീലിയനുകൾ ആരാണ്? ഉഭയജീവിയാണ്, കുരുടിപ്പാമ്പ്. ഓക്കെ, ഇനി ഉരകങ്ങൾ. ഇഴഞ്ഞ് പോകുന്ന ജീവികളാണ് ഉരകങ്ങൾ. ഓക്കെ, പാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണ് പാമ്പുകൾ. ഓക്കെ, ഇനി പലതരം പാമ്പുകൾ കേരളത്തിൽ കാണപ്പെടുന്ന പാമ്പുകളാണ്. മൂർഖൻ, ഇത് നമുക്കറിയാം, ഇറുവെന്ന് എഴുതിയിട്ട്. വികസിപ്പിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകെയുള്ള വീതിയുള്ള 2 വളയങ്ങളും കാണപ്പെടുന്നു. ഇനി രാജവെമ്പാലയുടെ പ്രത്യേകതയാണ്, പത്തിയിൽ തെളിഞ്ഞ് കാണുന്ന വി അടയാളം 5 മീറ്റർ വരെ നീളവും ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങളും വാലിന് നല്ല കറുപ്പുണ്ട്. അടുത്ത ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കട്ടൻ, ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ കറുത്ത ഇരുണ്ട നിറവുമാണ്. അണലി, ത്രികോണാകൃതിയുള്ള വലിയ തല, ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ. ചേനത്തണ്ടൻ എന്ന് പറയുന്നതും അണലി തന്നെയാണ്. കടൽപ്പാമ്പിൻ്റെ പ്രത്യേകത എന്താ? വാല് പരന്നിട്ട് തുഴയുടെ ആകൃതിയായിരിക്കും. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വലയങ്ങളുണ്ടാവും. ഇതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തതാണ്. ഓക്കെ, കേരളത്തിൽ കാണപ്പെടുന്ന ആകെ 5 ഇനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. അത് ഏതൊക്കെയാണ്? ഓക്കെ, കേരളത്തിൽ കാണപ്പെടുന്ന 5 ഇനം പാമ്പുകൾക്ക് വിഷമുള്ളൂ. ഇനി പാമ്പ് കടിയേറ്റ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കുകയോ ചെയ്യരുത്. ഇപ്പം കടിച്ച് മുറിച്ചിട്ട് വായിലൂടെ വിഷം എടുക്കുക, അതൊന്നും ചെയ്യരുത്. ഓക്കെ, കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്, പേടിപ്പിക്കരുതെന്ന്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. പിന്നെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇനി പക്ഷികളെക്കുറിച്ച്. ഓക്കെ, ഇത് സസ്തനികളെക്കുറിച്ച്. ഞങ്ങളെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട്. സസ്തനി. ഇനി കടലിലെ സസ്തനികൾ ഇത് നോക്കി വെച്ചോ. തിമിംഗലവും ഡോൾഫിനും സസ്തനിയാണ്. വവ്വാല് സസ്തനിയാണെന്ന് നമുക്കറിയാം. നീർനായ, അതൊരു സസ്തനിയാണ്. ഓക്കെ, നീർനായ സസ്തനിയാണ്. ഡോൾഫിൻ സസ്തനിയാണ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഓക്കെ, അപ്പോൾ ഡോൾഫിൻ, തിമിംഗലം, വവ്വാല്, നീർനായ. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. മത്സ്യങ്ങൾ, ഉഭയജീവികൾ,
ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടലുണ്ട്. ഓക്കെ. അന്യം നിന്ന് പോയ ജീവികൾ, അതായത് ഇപ്പം നിലവിൽ ഇല്ല, വംശനാശം സംഭവിക്കുന്ന ജീവികൾ. നമ്മുടെ ഭൂമി മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ ശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം ഇതൊക്കെയാണ് മനുഷ്യന് ഇടപെടാത്ത കാര്യങ്ങൾ. എന്നാൽ ജീവികളുടെ വംശനാശത്തിന് പ്രധാന കാരണങ്ങളിൽ ഒന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് മനുഷ്യന് പങ്കുണ്ട്. മനുഷ്യൻ്റെ ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികൾ ഇത് നോക്കി വയ്ക്കുക. മുൻപ് പശ്ചിമഘട്ടത്തിലെ ആവാസ ഭീഷണി നേരിടുന്ന മലബാർ വെരുക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പഴയ CRTയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ CRTയിൽ കടുവ ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി ഇത് മൂന്നും എക്സ്റ്റിങ്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയല്ലേ പറയുക? ആവാസ ഭീഷണി നേരിടുന്ന ജീവികളാണ് കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി. ജീവികളും അന്ധവിശ്വാസങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇരുതലമൂരി, വെള്ളിമൂങ്ങ, നക്ഷത്രയാമ, സർപ്പം. ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി പാർട്ട് 2 5ാം ക്ലാസ് സയൻസ് തീരുകയാണ്. ഓക്കെ.